നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറുടെ നയപ്രഖ്യാപനം വീണ്ടും വിവാദമാവുകയാണ്. 16ാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസമാണ് ഇന്ന് രാവിലെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം നടത്തിയത്. ഈ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. എന്തായാലും ഈ നയപ്രഖ്യാപനം ആദ്യ ദിവസം തന്നെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ആദ്യ വിവാദം വന്ദേമാതരത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാം വിവാദവും പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ രണ്ടാം വിവാദം ഗവർണറുടെ സന്ദർശനം, അല്ലെങ്കിൽ ഗവർണർ നിയമസഭയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും ഗവർണറെ അനുഗമിച്ചുകൊണ്ട് സഭയുടെ അകത്തളത്തിലേക്ക് ഇറങ്ങി, സഭയുടെ നടുത്തളത്തിലൂടെ നടന്നു നീങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സാധാരണഗതിയിൽ ഗവർണർ നിയമസഭയിലേക്ക് നയപ്രഖ്യാപനത്തിന് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് സ്പീക്കറും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹവും ചേർന്നാണ് ഈ ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും ഗവർണർ നയപ്രഖ്യാപനം നടത്തുക. ഒരുപക്ഷെ രാജ്ഭവന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ സ്പീക്കറുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഘത്തോടൊപ്പം അനുഗമിച്ച് സഭയുടെ നടുത്തളത്തിൽ പ്രവേശിച്ചിരുന്നിരിക്കും. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ഒരു കാരണത്തിൽ വശാലും, അല്ലെങ്കിൽ ഈ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും ഇങ്ങനെ സഭയിലേക്ക് വന്നിട്ടില്ല. അത് ആ കീഴ്വഴക്കങ്ങളും ഗുരുതരമായ ചട്ടലംഘനം നടത്തിക്കൊണ്ട് സഭയുടെ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് DGP സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇന്ന് ഗവർണറോടൊപ്പം, അദ്ദേഹം ഗവർണറെ സ്വീകരിക്കാനായി പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ഗവർണർ നിയമസഭയ്ക്കകത്തേക്ക് സഭാ ഹാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടുള്ള സംഘത്തോടൊപ്പം റവാഡ ചന്ദ്രശേഖരും നടന്നു നീങ്ങുന്നു. സ്പീക്കറുടെ ഡയസ് വരെ അദ്ദേഹം എത്തിച്ചേരുന്നു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അദ്ദേഹം പുറത്തു പോവുകയൊക്കെ ചെയ്യുന്നു. സഭയുടെ ഈ അങ്കണത്തിൽ, അല്ലെങ്കിൽ സഭാ ഹാളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സഭാംഗങ്ങൾക്കൊപ്പം കൃത്യമായ അനുവാദമുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റിൽ ഈ സംസ്ഥാനത്തെ പോലീസ് മേധാവി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അതീവ ഗുരുതരമായ ചട്ടലംഘനമാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സ്പീക്കർ അത് ചട്ടലംഘനം തന്നെയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതറിയാതെ സംഭവിച്ചു പോയതാകാം, അത് ബോധപൂർവമായിരിക്കില്ല. അദ്ദേഹത്തിനെ, അല്ലെങ്കിൽ ഗവർണറെ സ്വീകരിക്കാനായി അദ്ദേഹം പുറത്തുണ്ടായിരുന്നു. അറിയാതെ അകത്തേക്ക് വരുന്ന സംഘത്തോടൊപ്പം കൂടി ഗവർണറെ ഒരു ആദരവ് രേഖപ്പെടുത്താൻ വേണ്ടിയോ മറ്റോ ആയിരിക്കാം സംസ്ഥാന പോലീസ് മേധാവി സഭാ തലത്തിലേക്ക് ഇറങ്ങി വന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ സ്പീക്കർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിവാദത്തിനൊന്നുമില്ല. വേണമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി സ്പീക്കർക്ക് ശാസിക്കാനൊക്കെ സാധിക്കും. പക്ഷെ അതൊരു വലിയ വിവാദമാക്കാനില്ല എന്നാണ് സ്പീക്കർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അറിയാതെ സംഭവിച്ചതാണ് എന്ന സ്പീക്കറുടെ അവകാശവാദത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്നയാൾ DGP റാങ്കിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം സർവീസിൽ ഏറെക്കാലം ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോക്കോളുകൾ അറിയാത്ത വ്യക്തിയൊന്നുമല്ല. കേരളത്തിൽ മാത്രമല്ല, കേന്ദ്ര സർവീസിലടക്കം ഡെപ്യൂട്ടേഷനിൽ, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളിലടക്കം ഡെപ്യൂട്ടേഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് റവാഡ ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖറിന് പ്രോട്ടോക്കോളുകളെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. എവിടെ പോകണം, എവിടെ പോകാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അറിവുണ്ടായിരുന്നിട്ടും കേരള നിയമസഭയിലേക്ക് ഇന്ന് കാലെടുത്ത് വച്ചത്? എന്തുകൊണ്ടാണ് സഭാ ഹാളിലേക്ക് ഗവർണറോടൊപ്പം അദ്ദേഹം കടന്നു വന്നത്? സാധാരണഗതിയിൽ പ്രോട്ടോക്കോളുകൾ വളരെ കൃത്യമായി പാലിക്കുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഈ റവാഡ ചന്ദ്രശേഖർ. ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത് ദുരൂഹമാണ് എന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ എങ്ങനെ എടുക്കുമെന്നറിയില്ല. പക്ഷേ സ്പീക്കർ ഇതിനെ ലളിതവൽക്കരിക്കുകയാണ്. അതറിയാതെ സംഭവിച്ചു പോയതാകാം, അതിനി വിവാദമാക്കേണ്ടതില്ല എന്നാണ് സ്പീക്കറുടെ നിലപാട്. എന്തായാലും ഇതിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നിലപാട് അറിയാൻ സാധിക്കും. BJP ഇതിനകത്ത് എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കാര്യമാക്കുന്നില്ല എന്നാണ് സ്പീക്കറുടെ ഒരു നിലപാട്. ഒരു വിവാദം ഉണ്ടാക്കാതിരിക്കുക കോൺഗ്രസ് സർക്കാരിൻ്റെ ആദ്യ കാലഘട്ടമാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്ന ഒരു തീരുമാനത്തിലൊക്കെ ആയിരിക്കും സ്പീക്കർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ പോലീസ് മേധാവി സഭാതലത്തിൽ
പ്രവേശിപ്പിക്കാനിടയായ സംഭവത്തിന്മേൽ അല്ലെങ്കിൽ അദ്ദേഹം നടന്നു വന്ന കാര്യത്തിന്മേൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും ഒരുപക്ഷെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ശാസിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഗവർണറുടെ നയപ്രഖ്യാപനം അത് വിവാദങ്ങളിൽ വീണ്ടും വീണ്ടും മുങ്ങുകയാണ്. വന്ദേമാതരത്തോടൊപ്പം തന്നെ പോലീസ് മേധാവി സഭാ ഹാളിൽ പ്രവേശിച്ചത് വിവാദമാവുകയാണ്. പക്ഷേ നയപ്രഖ്യാപനം അത് പൊതുവിൽ കേരളത്തിന് പ്രത്യാശ നൽകുന്നതാണ്. കേരളത്തിൻ്റെ കൃഷി മേഖല, അതോടൊപ്പം തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ മേഖലകളെയെല്ലാം സ്പർശിക്കുന്ന സർവ്വതല സ്പർശിയായ ഒരു നയപ്രഖ്യാപനമാണ് ഇന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരള നിയമസഭയിൽ നടത്തിയത് എന്ന് തന്നെ പറയാം. പക്ഷേ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളൊന്നും തന്നെയില്ല. അവിടെ കൃത്യമായി ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു നയപ്രഖ്യാപനമാണ് നടന്നത്. പക്ഷേ അതിനിടയിലുണ്ടായ വിവാദങ്ങൾ അതിപ്പോൾ ചർച്ചയായി മാറുകയാണ്.